ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ എം.എൽ.എയും മന്ത്രിയുമായിരുന്ന വി.എൻ. വാസവൻ കോടികളുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതായ പ്രഖ്യാപനങ്ങൾ പൊള്ളത്തരങ്ങൾ മാത്രമായിരുന്നുവെന്ന് യു.ഡി.എഫ് സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ് പറഞ്ഞു. മണ്ഡലത്തിന്റെ പടിഞ്ഞാറൻ മേഖലകളിലും സ്ഥിതി മറിച്ചല്ലെന്നും യു.ഡി.എഫ് സ്ഥാനാർത്ഥി പറഞ്ഞു. കോടതിയിൽ പോയി വക്കീലന്മാരെയും ജീവനക്കാരെയും കണ്ട് വോട്ട് ചോദിക്കാൻ പറ്റില്ല. ആ കോടതിയുടെ ശോചനീയാവസ്ഥ. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് പണം അനുവദിച്ചാണ്. ഇതുവരെ അതിന്റെ പൂർത്തീകരണം ഉണ്ടായിട്ടില്ല. ഒന്ന്. രണ്ട്, ഞാൻ ഇന്നലെ വൈകുന്നേരം ഇരുന്നത് പോയത് കുമരകത്തായിരുന്നു. കുമരകത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, അവിടെ ഡോക്ടർമാരില്ല, മരുന്നില്ല. ആകെ ആളുകൾക്ക് ഒരു അസുഖം ഉണ്ടായാൽ അവർ കോട്ടയത്ത് വന്നിട്ട് മെഡിക്കൽ കോളേജിൽ നിന്നോ അല്ലെങ്കിൽ ജില്ലാ ആശുപത്രിയെ സമീപിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. ചെങ്ങളത്ത് ഹൈടെക് സ്കൂള് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. അവിടെ നിലവിലുണ്ടായിരുന്ന കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു നിൽക്കുകയാണ്. പുതിയൊരു കെട്ടിടത്തിന്റെ പണി അവിടെ തുടങ്ങിയെങ്കിലും പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല. കോട്ടയം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയകൾ നടക്കുന്നില്ല. രോഗികൾക്ക് സകല മരുന്നുകളും പുറത്തേക്ക് എഴുതി കൊടുക്കുകയാണ്. അവിടെ കെട്ടിടം ഇടിഞ്ഞ് 2 ആളുകൾ മരണപ്പെട്ടു. ആ മെഡിക്കൽ കോളേജിന്റെ ശോചനീയാവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. വികസന രംഗത്ത് ഒരു പുതിയ റോഡുകൾ വന്നിട്ടില്ല, പാലങ്ങൾ വന്നിട്ടില്ല, ഒന്നും തന്നെ. ഇപ്പൊ കുമരകത്തേക്ക് ചെന്ന് കഴിഞ്ഞാല് കുമരകമായാലും തിരുവാർപ്പായാലും ഏത് പഞ്ചായത്ത് എടുത്തു കഴിഞ്ഞാലും പുതിയൊരു നല്ല റോഡ് ഉണ്ടായിട്ടില്ല, പാലങ്ങൾ ഉണ്ടായിട്ടില്ല. 2 മഴ പെയ്താൽ സ്കൂൾ വരാന്തയിൽ അഭയം തേടുന്ന പാവപ്പെട്ട മനുഷ്യരെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കാനായിട്ടുള്ള ഒരു നടപടികളും ഉണ്ടായിട്ടില്ല. ഏറ്റുമാനൂര് ഫ്ലൈ ഓവർ വരുമെന്ന് പറഞ്ഞു, വന്നില്ല. റിംഗ് റോഡ് കൊണ്ടുവന്ന് പറഞ്ഞു, കൊണ്ടുവന്നില്ല. ഏറ്റുമാനൂര് ഗതാഗത കുരുക്കിന് പരിഹാരം കാണുമെന്ന് പറഞ്ഞു, കണ്ടിട്ടില്ല. എന്ത് വികസനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്? ഒരു വികസനവും നടന്നിട്ടില്ല. വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ വികസന പ്രവർത്തനങ്ങളിൽ വി.എൻ. വാസവൻ തികഞ്ഞ പരാജയമായിരുന്നുവെന്നും നാട്ടകം സുരേഷ് അഭിപ്രായപ്പെട്ടു. ഏറ്റുമാനൂരിലെ പ്രചരണ പ്രവർത്തനങ്ങൾക്കിടയിൽ സ്റ്റാർ വിഷനോട് സംസാരിക്കുകയായിരുന്നു നാട്ടകം സുരേഷ്. തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നാട്ടകം സുരേഷ് ഏറ്റുമാനൂരിൽ വിവിധ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ആളുകളെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥന നടത്തി.